ഹലോ ഷാലോം ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഡിസ്ഗൈസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നൊരു കോൺസെപ്റ്റ് മെറ്റാഫിസിക്സിലുണ്ട്. ഇത്രയുമേ ഉള്ളൂ. പ്രശ്നമോ നഷ്ടമോ തടസ്സമോ ഒരു നെഗറ്റീവ് ടച്ചുള്ള അനുഭവങ്ങളോ എന്തുമാകട്ടെ, അതിൻ്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ നന്മയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വളർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. ആഴമായ അവബോധങ്ങളും ഉന്നത ദർശനങ്ങളും അതിൽ മറഞ്ഞിരിപ്പുണ്ട്. അഭിലാഷ് ടോമിയെ ഓർമ്മയില്ലേ? ഇന്ത്യൻ നാവികസേനയിലെ മുൻ കമാൻഡർ. ലോകത്തിലെ ഏറ്റവും കഠിനമായ ഒറ്റയാൾ സമുദ്രയാത്ര മത്സരങ്ങളിലൊന്നായ ഗോൾഡൻ ഗ്ലോബ് റേസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. GPS-ഉം സാറ്റലൈറ്റ് നാവിഗേഷനും ഒന്നും ഉപയോഗിക്കാതെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ സൗത്തേൺ ഓഷ്യനിലൂടെയായിരുന്നു അദ്ദേഹം തനിയെ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. 2018 ഈ മത്സരം ആരംഭിച്ച് ഏകദേശം 2 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അപകടം സംഭവിച്ചു. ശക്തമായ കൊടുങ്കാറ്റിൽ കപ്പൽ കുത്തനെ മറിഞ്ഞു. അഭിലാഷ് ടോമിക്ക് സാരമായ പരിക്കേറ്റു. അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനത്തിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഗോൾഡൻ ഗ്ലോബ് റേസ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നതിനപ്പുറം സമുദ്രത്തിന്റെ ഭീകരതയിൽ, ഏകാന്തതയിൽ അദ്ദേഹം കടന്നുപോയ ഒരു മാനസികാവസ്ഥയുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലും നന്മ കണ്ടെത്താൻ കഴിഞ്ഞ അഭിലാഷ് 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ വീണ്ടും പങ്കെടുത്തു. 2018 ഉപയോഗിച്ച അതേ കപ്പലിൽ. എന്നാൽ പഴയ അനുഭവങ്ങൾ ജീവിതത്തിൽ നൽകിയ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മത്സരത്തിൽ അദ്ദേഹം 2ാം സ്ഥാനം കൈവരിച്ചു. വേഗം ഒരു കാര്യം ചോദിക്കാം. ഇതാ ഒരു വർഷം കഴിയാൻ പോവുകയാണ്. കഴിഞ്ഞൊരു വർഷം നഷ്ടം, നൊമ്പരം, തീരാവേദന എന്നൊക്കെ കരുതിയിട്ട് പിന്നെ അതിനുള്ളിൽ നന്മ കണ്ടെത്താൻ കഴിഞ്ഞ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്ന് എഴുതാമോ? തീയിൽ കുരുത്തത് വെയിലിൽ വാടില്ല എന്നാണല്ലോ. ജീവിതത്തിലെ വിലയേറിയ അറിവായിരിക്കും ആ അനുഭവം നമുക്ക് തന്നിരിക്കുന്നത്. ഓർമ്മിക്കാം, എഴുതാം, നന്ദി പറയാം. ആത്മാവബോധം വർദ്ധിക്കട്ടെ, നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.